ഓക്കെ, ഇനി നമ്മൾ 80ാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ആണ്, പേജ് നമ്പർ 98. ഈ ഇൻഡിക്കേറ്റേഴ്സ് ബേസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ സ്കെൽട്ടൻ എന്ന് പറഞ്ഞുള്ള ആ ഇലിസ്ട്രേഷൻ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഇലിസ്ട്രേഷൻ 4.7 ആണ്. 97ാമത്തെ പേജിലുള്ള ഇലിസ്ട്രേഷനെ ബേസ് ചെയ്തുള്ള ഇൻഡിക്കേറ്റേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ചെയ്യാം. 2 ഡിവിഷൻസ് ഓഫ് ഹ്യൂമൻ സ്കെൽട്ടൻ, അല്ലെങ്കിൽ മനുഷ്യ അസ്ഥികൂടത്തിൻ്റെ 2 വിഭാഗങ്ങൾ എന്നുള്ള ഭാഗമാണ്. അപ്പം ഞാനത് അവിടെ ഒരു ചോദ്യമായിട്ട് എഴുതി, നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ ഇങ്ങനെ എഴുതാം. 2 ഡിവിഷൻസ് ഓഫ് ഹ്യൂമൻ സ്കെൽട്ടൻസ് ആർ ആക്സിൽ സ്കെൽട്ടൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. അതായത് മനുഷ്യ അസ്ഥികൂടത്തിൻ്റെ 2 വിഭാഗങ്ങൾ അല്ലെങ്കിൽ 2 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആക്സിൽ സ്കെൽട്ടൻ അല്ലെങ്കിൽ അക്ഷാസ്ഥികൂടം, രണ്ടാമതായിട്ട് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ അല്ലെങ്കിൽ അനുബന്ധ അസ്ഥികൂടം എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അടുത്തതായിട്ട് 81ാമത്തെ ചോദ്യം, ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻസ് ഹാസ്, അല്ലെങ്കിൽ എത്രയാണ്, അതായത് ഒരു മനുഷ്യനിൽ എത്ര എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ്, മനുഷ്യനിലുള്ള മൊത്തം എല്ലുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അഡൾട്ട് ഹ്യൂമൻ സ്കെൽട്ടൻ ഹാസ് 206 ബോൺസ്. അതായത് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടത്തിൽ 206 എല്ലുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 82ാമത്തെ ചോദ്യം, നമ്പർ ഓഫ് ബോൺസ് ഇൻ ദ ആക്സൽ സ്കെൽട്ടൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ബോണുകൾ വീതമാണ് ഉള്ളത്, ഏതിലെല്ലാം? നമ്പർ ഓഫ് ബോൺസ് ഇൻ ആക്സൽ സ്കെൽട്ടൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അക്ഷാസ്ഥികൂടത്തിലെയും അനുബന്ധ അസ്ഥികൂടത്തിലെയും അസ്ഥികളുടെ എണ്ണം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഉത്തരം ഇങ്ങനെ എഴുതാം. അവർ ആക്സൽ സ്കെൽട്ടൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 80 ബോൺസ്. അതായത് നമ്മളുടെ ആക്സൽ സ്കെൽട്ടൻ 80 ബോണുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അവർ അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അനുബന്ധ അസ്ഥികൂടം എന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നമ്മളുടെ അനുബന്ധ അസ്ഥികൂടം എത്ര കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്? 126 അസ്ഥികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടും കൂടി കൂട്ടിക്കഴിയുമ്പോൾ ടോട്ടൽ ബോൺസ് 206 ലഭിക്കുന്നു. ഇനി 83ാമത്തെ ചോദ്യം, ഈസ് ദ നമ്പർ ഓഫ് ബോൺസ് സെയിം ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്, വാട്ട് ഈസ് ദ റീസൺ? യെസ് എന്നാണ് ഉത്തരമെങ്കിൽ അതിന് കാരണം എഴുതണം, നോ എന്നാണെങ്കിൽ അതിന് ഉത്തരം എഴുതണം. അപ്പം നമുക്കിവിടെ എഴുതാം, ഉത്തരം നോയാണ്. എ ബേബീസ് ബോഡി ഹാസ് 300 ബോൺസ് അറ്റ് ബർത്ത്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് 300 എല്ലുകളാണ് അവൻ്റെ ബർത്ത് അല്ലെങ്കിൽ ജനന സമയത്തുള്ളത്. ദിസ് ഇവാഞ്ചലി ഫ്യൂസ് അല്ലെങ്കിൽ ഗ്രോ ടുഗെദർ ടു ഫോം 206 ബോൺസ്. ഇവ സമയത്തിൻ്റെ ക്രമത്തിൽ ആ കുഞ്ഞ് വളരുമ്പോൾ ഇവാഞ്ചലി പയ്യെ ഫ്യൂസ് ഒന്നിച്ച് ചേരുന്നു, ടുഗെദർ, അതായത് ഗ്രോ ടുഗെദർ ടു ഫോം 206 ബോൺസ് ദോസ് അഡൾട്ട് ഹാവ്. ദ റീസൺ ഈസ് ആസ് എ ബേബി ഗ്രോ ദ സ്മോളർ ബോൺസ് ജോയിൻ ടുഗെദർ ടു ക്രിയേറ്റ് എ ലാർജർ ബോൺ. അതിൻ്റെ കാരണം എന്താണ്? ഒരു കുട്ടി വളരുമ്പോൾ അവനിലുള്ള ചെറിയ അസ്ഥികൾ ഒന്നിച്ചു ചേർന്ന് വലിയ ബോണായിട്ട് വരുന്നു. അങ്ങനെയാണ് 206 കിട്ടുന്നത്. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് എ ചൈൽഡ് ഹാസ് 300 ബോൺസ്. ആസ് ഹി ഗ്രോസ് ആൻഡ് ബിക്കം ആൻ അഡൾട്ട് ഹി വിൽ ഹാവ് 206 ബോൺസ്. നിങ്ങൾക്ക് അത്രയും കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ പേജ് നമ്പർ 98ലേക്ക് വരികയാണ്. പേജ് നമ്പർ 98ലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചർ ഓഫ് ബോൺ അല്ലെങ്കിൽ അസ്ഥിയുടെ ഘടന എന്ന് പറഞ്ഞ ഒരു പാഠഭാഗം, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം എടുത്ത് നിങ്ങൾ കയ്യിൽ വയ്ക്കുക. ഓക്കെ, നിങ്ങൾ ആ ചിത്രം എടുത്ത് പുസ്തകത്തിൽ തുറന്നു വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാലാണ് ആദ്യം തന്നെ അവിടെ തന്നിരിക്കുന്ന ആ ചിത്രത്തിൽ തന്നിരിക്കുന്ന പെരിയോസ്റ്റിയം എന്ന് പറയുന്ന ഒരു ഭാഗത്തെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആ പടത്തിലേക്ക് നോക്കുക. പെരിയോസ്റ്റിയം ഈസ് ദ മെംബ്രൈൻ ദാറ്റ് കവേഴ്സ് ഈച്ച് ബോൺ. അപ്പം പെരിയോസ്റ്റിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എല്ലിന് ചുറ്റും ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിന് പറയുന്ന പേരാണ് പെരിയോസ്റ്റിയം. കണ്ടോ, ആ എല്ലിൻ്റെ ഘടന കാണിച്ചിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു കവറിങ് ആയിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് എന്ത്? പെരിയോസ്റ്റിയം. ഓക്കെ, ദാറ്റ് പെരിയോസ്റ്റിയം ഈസ് ദ മെംബ്രൈൻ ദാറ്റ് കവേഴ്സ് ഈച്ച് ബോൺ. അതായത് പെരിയോസ്റ്റിയം എന്ന് പറയുന്ന ആ ആവരണം ഓരോ എല്ലുകളെയും കവർ ചെയ്തിരിക്കപ്പെടുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവ് എലമെൻറ്റ്സ് ഓഫ് ബോൺസ്. എന്തെല്ലാമാണ് ഒരു ബോണിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ബോണിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ അല്ലെങ്കിൽ ബോണിൽ കാണപ്പെടുന്ന സാധനങ്ങൾ ഏതെല്ലാമാണ്?
ബോൺ വെസൽസ്, നെർവ്സ്, ലിംബ് വെസൽസ് ആർ ഫൗണ്ട് ഇൻ ബോൺസ്. അപ്പോൾ ഒരു ബോണിൽ കാണപ്പെടുന്ന പ്രത്യേകത സംഗതികൾ ഏതെല്ലാമാണ്? ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നുണ്ട്, നെർവുകൾ കാണപ്പെടുന്നുണ്ട്, ലിംഫ് കാണപ്പെടുന്നുണ്ട്, വെസൽസ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി 86ാമത്തെ ചോദ്യം. വാട്ട് പ്രൊവൈഡ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോൺസ്? നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് അസ്ഥികൾക്ക് സ്ട്രെങ്ത്, ബലവും ശക്തിയും നൽകുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് എന്തെല്ലാമാണ് ഈ അസ്ഥികൾക്ക് ബലവും ശക്തിയും നൽകുന്നത്? കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളേജിൻ, പ്രോട്ടീൻ ആൻഡ് സോൾട്ട് പ്രൊവൈഡ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു ബോൺസ്. അതായത് ഈ ബോണുകൾക്ക് ശക്തി നൽകുന്ന സാധനങ്ങൾ ഏതെല്ലാമാണ്? കാൽസ്യവും ഫോസ്ഫേറ്റും കൊളാജിനും പ്രോട്ടീനും ലവണങ്ങൾ അല്ലെങ്കിൽ സോൾട്ട്, ഇവയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ എല്ലുകൾക്ക് ശക്തിയും ബലവും നൽകുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്ന, ഇപ്പോൾ മുകളിൽ നമ്മൾ ബ്ലഡ് വെസൽ എന്ന് കണ്ടു. അപ്പോൾ എന്താ ഈ ബ്ലഡ് വെസൽസ് എന്ന് ഓൾറെഡി ഉണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ബ്ലഡ് വെസൽസ് ആർ ദ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ത്രൂ വിച്ച് ബ്ലഡ് ഈസ് പമ്പ്ഡ് അറൗണ്ട് ദ ബോഡി. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന ട്യൂബിനെയാണ് ബ്ലഡ് വെസൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു സംഗതി തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ അസ്ഥിയുടെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ബോൺ എന്ന് പറയുന്ന ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒന്നാണ് ഓസ്റ്റിയോബ്ലാസ്റ്റസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ട് ആർ ഓസ്റ്റിയോബ്ലാസ്റ്റസ് സെൽസ്? എന്താണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റ്സ് ആർ സെൽസ് ദാറ്റ് ബിൽഡ് ബോൺസ്. അതായത് ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു സെല്ലുകളാണ്. അവ എന്ത് ചെയ്യുന്നു? അസ്ഥികളെ നിർമ്മിക്കുന്ന സെല്ലുകളെയാണ് എന്ന് പറയുന്നത് ഓസ്റ്റിയോബ്ലാസ്റ്റ്സ് എന്ന് പറയുന്നത്. ദീസ് സെൽസ് ആർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ ദ ഓസ്റ്റിയോജെൻസിസ് ഓർ ഓസ്റ്റിഫിക്കേഷൻ. അതായത് ഈ സെല്ലുകൾ നേരിട്ട് ഉത്തരവാദിത്തമാണ് ഓസ്റ്റിയോജെൻസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസ്ഥികളുടെ നിർമ്മാണത്തിന് അവ നേരിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, 89ാമത്തെ ചോദ്യം. ഹൗ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഫങ്ഷൻ? എങ്ങനെയാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഓഫ് ബോൺസ് ഡിപ്പോസിറ്റ് മിനറൽസ് ഇൻ ദ ബോൺ, മേക്ക് ദം സ്ട്രോങ് ആൻഡ് ഫേം ആൻഡ് ഹെൽപ്പ് ദം ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. എന്താണ് ചെയ്യുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ എന്ത് ചെയ്യുന്നു? ഡിപ്പോസിറ്റ് ചെയ്യുന്നു. മിനറൽസ് നമ്മൾ ഓൾറെഡി കണ്ടുവല്ലോ. കാൽസ്യം, ഫോസ്ഫറസ്, സോൾട്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? എല്ലിൽ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? മേക്സ് ദം സ്ട്രോങ്. അവ എല്ലുകളെ സ്ട്രോങ് ആക്കുന്നു, ഫേം ആക്കുന്നു. ആൻഡ് ഹെൽപ്പ് ദം ടു ഗ്രോ ആൻഡ് റിപ്പയർ. അവയെ വളരുവാനും റിപ്പയർ ചെയ്യുവാനും സഹായിക്കുന്നു. These cells are present on bone's surface in the form of closely packed layer. ഈ സെല്ലുകൾ ഏത് സെല്ലുകളാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലുകൾ ക്ലോസ്ലി പാക്ക്ഡ് ലെയർ ആയിട്ട് ഈ എല്ലുകളുടെ മുകളിൽ കാണുന്നു. ഓൺ ദ ബോൺസ് സർഫേസ്, എല്ലിൻ്റെ മുകൾ ഭാഗത്ത് കാണപ്പെടുന്നു. ഫ്രം വിച്ച് പ്രോസസ് എക്സ്റ്റെൻഡ് സർഫേസ് ഇൻ ദ ഫോം ഓഫ് ക്ലോസ്ലി പാക്ക്ഡ് ലെയർ. ഫ്രം വിച്ച് പ്രോസസ് എക്സ്റ്റെൻഡ് ഫോം ദ ഓസ്റ്റിയോബ്ലാസ്റ്റസ് ബോഡി ത്രൂ ദ ഡെവലപ്പിംഗ് ബോൺസ്. ഈ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? പുതിയ ബോണുകളെ എന്ത് ചെയ്യുന്നു? ഈ എല്ലുകൾ, ഈ ഓസ്റ്റിയോബ്ലാസ്റ്റിസ് നിർമ്മിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സിൽ എന്തെല്ലാമാണ് തന്നിരിക്കുന്നത് എന്നൊന്ന് നോക്കുക. ഒന്നാമതായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അസ്ഥികളുടെ കാഠിന്യം അല്ലെങ്കിൽ ഹാർഡ്നെസ് ഓഫ് ബോൺ. അതൊരു ചോദ്യമായിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ ദ ഹാർഡ്നെസ് ഓഫ് ബോൺ. ഓക്കെ, ബോൺ ഈസ് മെയ്ഡ് ഓഫ് പ്രോട്ടീൻസ്, കൊളേജൻസ്, മിനറൽസ് ആൻഡ് കാൽസ്യം. Collagen on the bone provide a framework for the incorporation of mineral, namely calcium phosphate to the collagen framework. അപ്പോൾ ഈ കൊളീജൻ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നു? അത് ഒരു ഫ്രെയിംവർക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ എല്ലിനകത്തേക്ക് കാൽസ്യത്തിനെയും
സ്ട്രെസ്സിനെയും ഉൾക്കൊള്ളിക്കുവാനായിട്ട്. ദ മിനറൽ മേക്ക് ബോൺ ഹാർഡ് ആൻഡ് സ്ട്രോങ്. ഈ മിനറലുകൾ എന്ത് ചെയ്യുന്നു? എല്ലിനെ ശക്തിയുള്ളതും സ്ട്രോങ്ങുമാക്കുന്നു. വൈൽ കൊളീജൻ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി സോ ദ ബോൺസ് ക്യാൻ റെസിസ്റ്റ് ബ്രേക്കിംഗ്. അതുപോലെ തന്നെ കൊളീജൻ എന്ത് ചെയ്യുന്നു? ഫ്ലെക്സിബിലിറ്റിയും നൽകുന്നു. ഫങ്ഷൻ ഓഫ് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളുടെ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം അല്ലെങ്കിൽ ധർമ്മം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഓഫ് ബോൺസ് ഡെപ്പോസിറ്റ് മിനറൽസ് ഇൻ ദ ബോൺ. ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ എന്താ ചെയ്യുന്നത്? മിനറലുകളെ എല്ലിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ആൻഡ് മേക്ക് ദം സ്ട്രോങ്. അങ്ങനെ അവയെ ശക്തിയും കഠിനവുമുള്ളതാക്കുന്നു. എന്നിട്ടോ ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. അവയുടെ വളർച്ചയ്ക്കും റിപ്പയറിങ്ങിനും അതിന് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് സഹായിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ഭാഗം കാറ്റലിയിലേക്ക് പോകുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ.